എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ, നമ്മളൊരു നീറ്റ് മോഡൽ എക്സാം എഴുതാൻ പോവാണ്. നല്ല ടെൻഷനുണ്ട്, കാരണം കഴിഞ്ഞ എക്സാംസിനൊക്കെ മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യുമെന്ന് വീട്ടുകാർക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ തലയിൽ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് മാക്സിമം കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എക്സാം ടൈമായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അറിയത്തില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതാരാത്? ശരി. തേർഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പഠിച്ചതാണ്, ഈ ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതെന്തായാലും കിട്ടും. പക്ഷേ തലയ്ക്കകത്ത്. സോ വാട്ട് ജസ്റ്റ് ഹാപ്പൻഡ്? നിങ്ങളൊരു എക്സാമിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്താകും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേ കാര്യങ്ങൾ, മാക്സിമം കാര്യങ്ങൾ തലയിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും നമ്മുടെ ബ്രെയിൻ ഈ ഒരു എക്സാമിനെ വലിയ എന്തോ ഒരു സ്ട്രെസ്സായിട്ടാണ് കാണുന്നത്. ആസ് എ റിസൾട്ട് നമ്മുടെ ബോഡിയിലൊരു അക്യൂട്ട് സ്ട്രെസ് റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. ഒരു വലിയ സ്ട്രെസ്സിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുക എന്ന് മനസ്സിലാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസിൻ്റെയൊക്കെ സെക്രീഷൻ കൂടും. ആൻഡ് ഇത് നമ്മുടെ സർവൈവലിന് ഏറ്റവും അത്യാവശ്യമുള്ള ഭാഗങ്ങളുടെ ആക്ടിവിറ്റി കൂട്ടും. അതേസമയം നമ്മുടെ സർവൈവലിന് അത്ര അത്യാവശ്യം ഇല്ലാത്ത നമ്മുടെ ബോഡിയിലെ പല ഭാഗങ്ങളുടെ ആക്ടിവിറ്റി കുറയ്ക്കുകയും ചെയ്യും. ഇങ്ങനെ ഇനാക്റ്റീവായി പോകുന്ന ഒരു ഭാഗം നമ്മുടെയൊക്കെ മെമ്മറി സെൻറ്ററാണ്. എക്സാം ടൈമിൽ നമുക്ക് പരിചയമുള്ളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പോലും അത് റീകളക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഈ മെമ്മറി സെൻറ്റേഴ്സ് ആക്റ്റീവ് ആകണം. എന്നാൽ ഇങ്ങനെ ഒരു സ്ട്രെസ് റെസ്പോൺസ് ഉണ്ടാകുന്ന സമയത്ത് ഈ സെൻറ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി ഈ ഹോർമോൺസിൻ്റെയൊക്കെ ആക്ഷൻ കാരണം കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും കിട്ടാതെ വരുമ്പോൾ നമ്മൾ വീണ്ടും അതാലോചിച്ച് സ്ട്രെസ് കൂടും, ആൻഡ് വീണ്ടും ഈ ആക്ഷൻ കൂടും, ആൻഡ് ഫൈനലി നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയ ഒരു ഫീലിങ്ങിലോട്ട് പോകും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? ആദ്യത്തെ കാര്യം, എക്സാമിന് തൊട്ട് മുമ്പ് ഒരു 1 hour മുമ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കുത്തിക്കയറ്റി പഠിക്കാൻ, ക്രാം ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. കാരണം അൾട്ടിമേറ്റ്ലി ഇത് നിങ്ങളുടെ മെമ്മറി റീകളക്ഷനെ നെഗറ്റീവായിട്ടാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ എക്സാമിനെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യാതിരിക്കുക. മാക്സിമം കാമായിട്ട് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എക്സാമിൻ്റെ ഇടയിൽ പെട്ടെന്ന് വെച്ച് ഇങ്ങനെ മൈൻഡ് ബ്ലാങ്ക് ആയി പോയാൽ ജസ്റ്റ് ടേക്ക് എ സ്മോൾ ബ്രേക്ക്. ഒരു 20-30 seconds നിങ്ങൾ പേനയൊക്കെ താഴെ വെച്ച് കണ്ണടച്ച് ഡീപ്പായിട്ടുള്ള കുറച്ച് ബ്രെത്ത് എടുക്കുക. മുമ്പ് പറഞ്ഞ അക്യൂട്ട് സ്ട്രെസ് റെസ്പോൺസ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സിമ്പത്തറ്റിക് സിസ്റ്റമാണ്. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആക്ഷനുള്ള പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഡീപ്പായിട്ടുള്ള ബ്രെത്ത്. സോ ജസ്റ്റ് ടേക്ക് 3 or 4 ഡീപ്പ് ബ്രെത്ത്സ്, റീസെറ്റ് ആൻഡ് ട്രൈ അഗെയിൻ. നമ്മുടെ ബ്രെയിൻ കാമായിട്ടിരിക്കുമ്പോൾ മാത്രമേ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കൂ. സോ അപ്ലൈ ദിസ് ഇൻഫർമേഷൻ ഇൻ യുവർ നെക്സ്റ്റ് എക്സാം.